നമുക്കിപ്പം ഷിപ്പ് ക്യാപ്റ്റൻ AM റിയാസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റിയാസ്, വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞു, ഇത്രയും ദിവസമാകുന്നു, തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. കപ്പൽ മുങ്ങിപ്പോകുമോ എന്നൊരു ആശങ്കയുണ്ട്. ഒരു ഭാഗത്ത് ഈ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ ഏത് തീരത്തേക്ക് വന്നടിയുമെന്ന മറ്റൊരു പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. ഇപ്പം ഈ രാസപ്പൊടിയൊക്കെ വിതറി ഇന്നത്തോടുകൂടി ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെയും ഡിസ്കഷൻ ചെയ്തപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് സംസാരിച്ചത്. ഈ നമ്മുടെ കോസ്റ്റ് ഗാർഡ് ഷിപ്പുകൾ അവരുടെ പൊസിഷൻ കണ്ടപ്പോഴേക്കും അവരുടെ വെള്ളം ചീറ്റുന്നതൊക്കെ കണ്ടപ്പോഴേക്കും അത് പൂർണ്ണമായിട്ടും അത് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അത് കൂടാതെ ഇവർക്ക് ഒരു വലിയൊരു സക്സസ് എന്ന് പറയുന്നത് ടഗ് ബോട്ട് ടോ ചെയ്ത് കൊണ്ടുപോകാത്ത വിധത്തിലുള്ള അത് ഘടിപ്പിക്കാൻ പറ്റിയത് വലിയൊരു നല്ല ഒരു പുരോഗമനമാണ് അവരുടെ ഈ പ്രവർത്തനത്തിൽ. അപ്പൊ അതുകൊണ്ട് ഇന്നലെ DCP അതായത് ഡ്രൈ കെമിക്കൽ പൗഡർ വിതറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുകളിൽ നിന്ന്. അപ്പൊ അതും നല്ലൊരു സൂചനയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇന്നുകൊണ്ട് തന്നെ അവർക്ക് ഇത് ടോ ചെയ്തുകൊണ്ട് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഫയർ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. നമുക്കിതിൽ പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ ഈ കെമിക്കൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, എങ്കിലും നമ്മൾ അതിനേക്കാൾ വലിയ ഒരു ഭീകരമായ ഒരു ദുരന്തമാണ് ഇതിന്റെ അകത്തുള്ള ഈ ഫ്യൂവൽ ഓയിൽ. ഈ ഫ്യൂവൽ ഓയിൽ വെളിയിൽ വരാത്ത വിധത്തിൽ എങ്ങനെയെങ്കിലും കപ്പലിന്റെ ദൂരേക്ക് കൊണ്ടുപോയി ഉൾക്കടലിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അതിനെ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു കപ്പലിലേക്ക് മാറ്റുന്നതിനൊക്കെയുള്ള സാധ്യതകളൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിലായിരിക്കും. ഈ കണ്ടെയ്നേഴ്സ് സാധാരണ കൂട്ടിച്ചേർത്തൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ റിയാസ്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് വാൻഹായിനെ കുറിച്ചാണ്. ഈ MSC 3 ഉണ്ടല്ലേ, MSC ELSA 3, അതിൽ കൃത്യമായ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നു ഷിപ്പിംഗ് മന്ത്രാലയം ഒക്കെ നടങ്ങി. ജൂൺ 3-നകം ആ മുങ്ങിയ കപ്പലിലെ ഇന്ധനം മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും അതിലുള്ള നടപടികളിലേക്ക് പോലും കടന്നിട്ടില്ല. അത് വളരെ വലിയൊരു ലാപ്സ് അല്ലേ? അതൊക്കെ വളരെ മനുഷ്യസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു വലിയ ലാപ്സ് എന്ന് പറയാൻ പറ്റില്ല. അവരത് ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ ഇത്രയും താഴത്തിൽ കിടക്കുന്ന കപ്പലിൽ പോയി മുങ്ങൽ വിദഗ്ധർ പോയി അതിൽ ഡ്രില്ല് ചെയ്ത് ഈ പമ്പ് ഇത് മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വളരെ വലിയ ഒരു ജോലിയാണ്. അപ്പൊ അതവർ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ TNT എന്ന് പറയുന്ന കമ്പനിക്കാനുള്ള അത് ചെയ്തിട്ടുള്ള പാരമ്പര്യമുള്ളവരും കൂടിയാണ്. അവർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. അത് ഒന്ന്. നമ്മുടെ ഇപ്പോഴത്തെ ഈ തീ പിടിച്ച കപ്പലിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിപ്പോഴും ഫ്ലോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് മുങ്ങിപ്പോകാത്ത രീതിയിൽ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അത് തീ അണയ്ക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മുങ്ങിപ്പോയാലുണ്ടാകാവുന്ന ഒരു ആഘാതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളതാണ്. ഇതിലൊക്കെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ MSC എന്ന് പറയുന്ന കപ്പല് താഴ്ന്നു പോയപ്പോഴ് അവിടെ ചെന്ന് അത് താഴെ സീറ്റിൽ ചെന്നിരുന്നിട്ട് അതിന്റെ ഈ ഫ്യൂൽ ഓയിൽ ടാങ്കിനൊന്നും റപ്ചർ ഉണ്ടാകുകയോ ഡാമേജ് ഉണ്ടാകുകയോ ചെയ്തിട്ടില്ല. അതൊരു വലിയ ഭാഗ്യമാണ്. അല്ലായിരുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വെളിയിലേക്ക് വരുന്ന എണ്ണ കണ്ടെയ്ൻ ചെയ്യുക അല്ലാതെ നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഉണ്ടായിരുന്നു. ഇപ്പോഴതവിടെ താഴെ തന്നെ ഉള്ളത് കൊണ്ടും ഇതുവരെ ഒന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്കിപ്പോഴും അതിനുള്ള ചെയ്ത് നീക്കാൻ, അതായത് മറ്റൊരു ഷിപ്പിലേക്ക് മാറ്റാനുള്ള ചാൻസസ് ഇപ്പോഴും ഉണ്ട്. അതുപോലെ തന്നെ ഈ രണ്ടാമത്തെ അപകടത്തിലും ഈ തീ പിടിച്ച കപ്പലിലെ അപകടത്തിലും ആ കപ്പൽ ഫ്ലോട്ട് ചെയ്യുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. നമുക്ക് അവിടെ മാക്സിമം അതിലുള്ള സാധനങ്ങളൊക്കെ മാറ്റി ഇതിനെ ഉൾക്കടലിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവിയിലാണെങ്കിൽ ഈ കപ്പലിനെ ഏതെങ്കിലും ഒരു പോർട്ടിലേക്കൊക്കെ കൊണ്ടുപോകണ്ടേ? അതിന് ഈ കടലിൽ വെച്ച് അതിന് അറ്റകുറ്റപ്പണി ചെയ്ത് അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എങ്ങനെയാണ് അതിൻ്റെ ഒരു ഭാവി? ഈ കപ്പലിൻ്റെയും ബാക്കി കണ്ടെയ്നറുകളൊക്കെ സുരക്ഷിതമായി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകും, എങ്ങനെയാണ് അങ്ങ് കണക്കാക്കുന്നത്? ഇത് സാധാരണ ഇപ്പം നമ്മൾ ഈ കപ്പൽ ടോ ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ നമ്മുടെ തീരത്തിന്റെ ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് വെളിയിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ഒരു പ്രാരംഭ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. ഒരിക്കൽ നമ്മുടെ ഈ തീ അണച്ചു കഴിഞ്ഞാൽ അതിന്റെ മറ്റു ടെക്നീഷ്യൻസൊക്കെ പോയിട്ട് ആ കപ്പലിന്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കി അതിനെ ടോ ചെയ്തുകൊണ്ട് അടുത്ത പോർട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അടുത്ത ഏതെങ്കിലും റിപ്പയർ യാർഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ പരിശോധിക്കണം. ഇപ്പോഴത്തെ മനസ്സിലാക്കി പറഞ്ഞാൽ വളരെ വലിയ ഡാമേജ് കപ്പലിനുണ്ടാക്കിയ രീതിയിൽ ആണ് കാണുന്നത്. അപ്പൊ അതില് ഒരു ടോട്ടൽ ലോസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടുന്ന് ദൂരേക്ക് മാറ്റുക. അപ്പോൾ നമ്മുടെ പൊല്യൂഷൻ ചാൻസസ് കുറയ്ക്കുക. പിന്നെ അതിന്റെ തീയൊക്കെ അണച്ചു കഴിഞ്ഞാൽ
മറ്റ് കപ്പലുകളിലേക്ക് അല്ലെങ്കിൽ ചെറിയ ബാർജസിലേക്ക് ഇതിലുള്ള കണ്ടെയ്നറുകളൊക്കെ മാറ്റി അതിന്റെ കുറച്ചുകൂടി ദൂരേക്ക് കൊണ്ടുപോകാൻ പറ്റത്തക്ക വിധത്തിലുള്ള സാഹചര്യം ആക്കി എടുത്തതിന് ശേഷം ഈ കപ്പല് ഏതെങ്കിലും ഒരു പോർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു സ്ക്രാപ്പ് യാർഡിലേക്കോ മറ്റോ ഇതിനെ ടോ ചെയ്ത് കൊണ്ടുപോയി മാറ്റി അവിടെ നിന്ന് നമുക്ക് മാറ്റി ഏതെങ്കിലും അവിടെ റിയാസ്, ഇപ്പോ നിലവിലെ ഈ ഒരു അപകടകരമായ സാഹചര്യം ഒഴിവാക്കുക എന്നതാണല്ലോ കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും ഒക്കെ ഒരു കടമ അല്ലെ? അതിനുശേഷം ഈ കപ്പൽ കമ്പനി അല്ലേ തുടർ നടപടികളെല്ലാം കൈക്കൊള്ളുക? അതിന് നമ്മുടെ ഒരു മേൽനോട്ടം ആവശ്യമാണോ? അല്ല, മേൽനോട്ടം കോസ്റ്റ് ഗാർഡിന് എപ്പോഴും ഉണ്ടാവും. പക്ഷെ കപ്പൽ കമ്പനി ആയിരിക്കും ഇതെല്ലാം ചെയ്യുക. കപ്പൽ കമ്പനി സാധാരണ നമ്മുടെ ഈ മറൈൻ ആക്സിഡന്റ്സില് ഇപ്പൊ നമ്മളിപ്പോ ഇന്നലെ തന്നെ MSCക്കെതിരെ കേസ് എടുത്തു എന്ന് പറയുന്നു. അതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഗുണം ഉണ്ടാവുമെന്നൊന്നും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. ഈ മറൈൻ ആക്സിഡന്റ്സിന്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചപ്പോൾ അതിൽ മനസ്സിലാകുന്ന പറഞ്ഞാൽ 90% മറൈൻ ആക്സിഡന്റ്സും ആർബിട്രേഷനിലാണ് തീരുക. നമ്മൾ കേസ് എടുത്തപ്പോൾ തന്നെയും അവസാനം ഇത് ചെന്ന് തീരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആർബിട്രേഷനിൽ കോടതികളിലൊക്കെ തീരുമാനമെടുത്ത് ഒരു ഒത്തുതീർപ്പാണ് നടക്കുന്നത്. ഇപ്പൊ MSC ആൾറെഡി ഒത്തുതീർപ്പിന് തയ്യാറാകുകയും നമ്മളൊരു നഷ്ടപരിഹാരം ഒക്കെ ചെയ്യുക, അത് ക്ലീനപ്പ് ഓപ്പറേഷനെല്ലാം ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഈ കേസ് എടുക്കുന്നത് എന്ത് ഉപയോഗമാണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ആർബിട്രേഷന് പോവുകയാണ് ഏറ്റവും നല്ലതെന്നാണ് വിശ്വസിക്കുന്നത്. അത് ഈ കപ്പലിന്റെ കേസിലും അത് തന്നെയാണ്. നമുക്ക് ഈ ഇങ്ങനെയുള്ള ഈ കപ്പലുകൾക്ക്, അതായത് പ്രത്യേകിച്ച് നമ്മുടെ അധികാര പരിധിയിൽ വെളിയിലുള്ള പൊയ്ക്കൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ മേൽ കേസെടുക്കുന്നതിന് പലപ്പോഴും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കുറച്ചുകൂടി നല്ലതായിട്ട് ഈ നിയമവിദഗ്ധർക്കാണ് പറയാൻ കഴിയുന്നത്. അല്ല, അതുള്ളതാണ് നമുക്കറിയാൻ അലക്സി കേസൊക്കെ എങ്ങനെയാണ് അത് പിന്നീട് ഒത്തുതീർപ്പിലേക്ക് പോയത് എന്നൊക്കെ അറിയാം. പക്ഷേ നഷ്ടപരിഹാരം കിട്ടാൻ ആവശ്യമായ ഒരു നടപടികൾ എന്ന നിലയ്ക്ക് കൂടി ഇത്തരം പ്രാരംഭമായി കൈക്കൊള്ളുന്ന നിയമ നടപടികൾ ഒരുപക്ഷെ സഹായകരമായേക്കും എന്നാണ് കരുതുന്നത്. വളരെ നന്ദി ശ്രീ ക്യാപ്റ്റൻ റിയാസ് വിശദമായി കാര്യങ്ങൾ പറഞ്ഞു.